അതെ നമ്മൾ ലാസ്റ്റ് കഴിച്ച ഫുഡിന്റെ വെച്ചിട്ടാണ് നമ്മൾ പട്ടിക്ക് പേരിടേണ്ടത്. ലാസ്റ്റ് കഴിച്ച ഫുഡ് വെച്ച് പേരിടണോ? പേരോ? അയ്യോ പൂരി ഒന്നും കഴിച്ചിട്ട് പേര് ഹലോ, ഇതിനകത്തുള്ള 5 പേര് കഴിച്ചിട്ടുണ്ടല്ലോ. എന്റെ കാര്യം ഒഴിച്ചിട്ട് 4. ആ ചിലപ്പോ ഒരു ദിവസം പട്ടിണി കിടക്കേണ്ടി വരും. എന്നിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അതിനുള്ള എല്ലാം ഉണ്ട്. പേടിക്കണ്ട. ഡോക്ടറാണ് എന്ന് പറഞ്ഞിട്ട് സീതയ്ക്ക് മാത്രം സ്പെഷ്യൽ കൺസിഡറേഷൻ തരാൻ പറയാം. നല്ലൊരു സാധനം എന്റെ ഇത് പറഞ്ഞ ഉപയോഗിച്ചു നമ്പർ പറഞ്ഞാണ്. ഇതൊന്നും ഉപയോഗിച്ച് നോക്കിയേ. ഇത് കഷായപ്പോ ചുരുട്ടി പേപ്പറിന്റെ അകത്ത് വെക്കുന്നതാണ്. അതാണ് നിങ്ങളൊക്കെ ഗ്രീഷ്മയുടെ ആൾക്കാരല്ലേ. സീതേ ഹലോ കേൾക്കണം. ഞാനാണെങ്കിൽ പണ്ട് മെഡിസിൻ പഠിക്കാൻ നിന്നാണ്. അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങള് ഡൗട്ടായത് പറഞ്ഞോണ്ട് ഞാൻ പിന്നെ അത് പഠിക്കായിരുന്നത്. ഈ നമ്മൾ ഈ ബോഡി കീറി മുറിക്കുന്നതൊക്കെ ഇല്ലേ, അത് നമ്മൾ ഈ ബോഡി കീറി മുറിക്കുമ്പോഴത്തേക്ക് ചോര കാണുമ്പോഴൊക്കെ പേടി വരും എന്ന് പറഞ്ഞാണ്. സീത പേടിച്ചിട്ടുണ്ടോ? ബ്ലഡ് ഫിലോഫോബിയാണ്. ബ്ലഡ് കാണുമ്പോ തലയിറക്കാൻ പറഞ്ഞാൽ ചിലർക്ക് പേടിയുള്ളത്. അത് വരാറുണ്ടോ? ബ്ലഡ് ഫിലോഫോബിയ, ചിലർക്ക് ട്രൈപ്പോഫോബിയ ഉണ്ട്. ട്രൈപ്പോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റേൺ, ചിലർക്ക് ചില പാറ്റേൺ കാണുമ്പോ തല ഇറങ്ങും. മെഡിക്കൽ ഫീൽഡിലുള്ള ഞാൻ ഇടയ്ക്ക് കുറച്ച് ദിവസം പോയിരുന്നേ. നീ മെഡിക്കൽ ഫീൽഡിൽ പോയി എന്തിനാ എനിക്കറിയാം. മറ്റേ മരുന്ന് വിൽക്കാനല്ലേ? മരുന്ന് വിൽക്കാനായിട്ട് മറ്റേ കൺസൾട്ടന്റ് മറ്റേ എല്ലായിടത്തും പോകും. മരുന്ന് ഓടാന്ന് ചോദിച്ചു. അതാണ് സംഭവം. അതെ ഇവക്കും അറിയാം. നമ്മളും പോയിട്ടുണ്ട്. ചെന്നൈയിലായിരുന്നു, ബാംഗ്ലൂര്. വെന്നിയോളം ഒരുമിച്ചായിരുന്നു അവിടെ. ഞാൻ പോണ സ്ഥലം ഇത് ഏതായിരുന്നു? മാറിപ്പോയാ. നിങ്ങൾ ഏത് ബാച്ചായിരുന്നു? 1990? ഏത് ഗാന്ധി? രാജീവ് ഗാന്ധി ഉണ്ടായിരുന്നത്. ആയതുകൊണ്ട് മാത്രമാണ് മലയാളിക്ക് ഇപ്പോഴും ഒരു ഗേൾ ഫ്രണ്ട് ഉള്ളത്. മലയാളിയുടെ പ്രശ്നമായിരുന്നു. അതാണ് ഞാൻ തീർത്തോട്ടെ. അണ്ണ ഒരു ദിവസം അണ്ണാക്കി അടിച്ചിട്ട് പിന്നെ എന്തിനു പറഞ്ഞാലും ഈഗോ ഒന്നും പറഞ്ഞിട്ട് മറ്റേ ചലിച്ച സാധനം പറഞ്ഞോണ്ട് നടക്കണവരാണ്. ഞാൻ എന്താ പറയാ, നിങ്ങൾ ഈ കച്ചറ പിള്ളേരെ പോലെ കിടന്ന് അലമ്പുണ്ടാക്കാതെ നിങ്ങൾ എന്തോന്ന് ഇവിടെ സീത ഇരിക്കുന്ന കണ്ടില്ലേ? നിങ്ങൾക്ക് എന്താ ഇങ്ങനെയൊക്കെ ഒരു മര്യാദ ഇല്ലാത്തത്? ബാബു ഒരാളെ വിളിച്ചോണ്ട് വന്നിട്ട് ഇങ്ങനെയാടാ ബാബു നമ്മൾ കാണിക്കേണ്ട. അത് എന്തൊരു മോശമാണ്. കേട്ട് ബോറടിക്കൂടാ ബാബു, ബോറടിക്കും ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ. ഇവിടെ ഒരു സാധനം വാങ്ങാൻ വന്നേണ് കേട്ടാ. നമുക്ക് സാധനം വാങ്ങിട്ട് പോവാം. അങ്ങനെ ഈ ബാബു എലിയുണ്ടല്ലോ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കരവില. എന്താ രണ്ടുപേരുടെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഷോർട്സ് ഉണ്ടല്ലോ, ഷോർട്സ്. എനിക്ക് ചില സമയത്ത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരുന്നുണ്ടെന്ന് മനസ്സിലാവുന്നില്ല. സത്യം ഈ ഷോർട്സ് ഉണ്ടാക്കാനാണ് ഉദ്ദേശം. അപ്പൊ രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാവും. എന്നിട്ട് എന്തായാലും ഒരു മിസ്റ്റേക്ക് ഒരെണ്ണത്തിന്റെ വായന്ന് വീണാൽ മറ്റേതിന് മറ്റേ കൗണ്ടർ അടിക്കണം. അതാണ് ഉദ്ദേശം. അതാണ് ബാബുവിനെ കണ്ട് പഠിച്ചു മറ്റേ എലി. അതാണ് ഉദ്ദേശം. രണ്ടുപേരും ശബ്ദം കൂടെ കേൾക്കുമ്പോഴില്ല ചോക്ക് ബോർഡിനകത്ത് നഖം വെച്ച് അള്ളി മാന്തൂല. ബാബു അയ്യോ കാലൊക്കെ എഴുത കേട്ട ആൾക്കാരാകുമ്പോ ശരി. ബാബു പതുക്കെ സംസാരിച്ചൂടെ നിനക്ക്? നീ എന്തൊരു കാര്യം കാലപ്പൂട്ട് അലപ്പ് പിടിച്ച പട്ടിയെ പോലെ കിടന്നത് സംസാരിക്കുന്നോടെ പ്രശ്നമൊക്കെ സോൾവ് ആയോ? നീ എന്നെ ഡാനി ഉണ്ടെന്നാണ് വിളിച്ചോണ്ടിരുന്നത്. എന്നെ ഡാനി നാഗയുടെ ഒരാൾ വിളിച്ചാൽ മതി, വേറെ ആരും വിളിക്കണ്ട. നീ ഇത്ര തവണ എന്നെ സരക്കണ്ണതല്ല വിളിച്ചോണ്ടിരുന്നത്. അതെന്നെ വിളിച്ചാൽ മതി. ചുമ്മാ അലമ്പാക്കാനായിട്ട് മനഃപൂർവ്വം ഓവറാക്കും. അത് മനഃപൂർവ്വം. നിന്റെ കെട്ടിയ വാസം എണ്ണല്ലേ? അങ്ങനെ പോയി വാസം എണ്ണ പഴയ ഓൾഡ് ടീം 1980s ടീം.
ഞാനിപ്പോ വരാവേ. പോയിട്ട് വാ കുട്ടി. അല്ല വണ്ടി വിട്ടു, ഞാൻ എന്താ വരുന്നു. ഡോഗിനെ കിട്ടിയത്. ഡോഗിന് ഫുഡ് കൊടുത്തിട്ട് വന്നാ കുഴപ്പമില്ല. പേരെന്തിനാണ്? ചന്ദ്രബോസ്. ചന്ദ്രനെ വിളിക്കട്ടെ. അങ്ങനല്ല, ഡോഗ് വളർത്തണവരെ പേര് ആണെന്ന് വിചാരിച്ചപ്പെട്ടെന്നെ. എനിക്ക് ഡോഗ് ഉണ്ടോ? എനിക്ക് ഡോഗ് ഉണ്ട്. പേരെന്താ? ബ്രദറാണോ? ഓറിയോ ബ്രദറാണെന്ന്. പേര് വാസു. അപ്പൊ കളറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഈ പട്ടിക്ക് പേരിടാന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു പ്രോസസ് ആണ്, മനസ്സിലായി? അതെ മനുഷ്യന് പേരുണ്ട്. അതെ അച്ഛൻ ഒരുപാട് പാടുപെട്ടാണ് പേരിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, നമ്മൾ ലാസ്റ്റ് കഴിച്ച ഫുഡിന്റെ വെച്ചിട്ടാണ് നമ്മൾ പട്ടിക്ക് പേരിടണ്ടേ. ലാസ്റ്റ് കഴിച്ച ഫുഡ് വെച്ച് പേരിടണോ? പേരോ? അയ്യോ പൂരിയൊന്നും കഴിച്ചിട്ട് പേര് പൂരിങ്ങ. അയ്യോ പെൺപട്ടി ആവല്ലേന്ന് മാത്രം പറഞ്ഞു. അതുകൂടി കഴിച്ചാ ഭയങ്കര പറയും. വേണ്ട 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 വേണ്ട. നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്ന വേണ്ടി ഓറിയോ ഏത് ബ്രീഡേച്ചി? ഇനി പട്ടിയെ കുറിച്ച് ഇനി പട്ടിയുടെ കഥയെ കുറിച്ച് ഇവിടെ വേണ്ടി പോരുന്നുണ്ട്. അവൻ അറിയണം, എന്നിട്ട് അവൻ വന്ന് എന്നെ കടിക്കണം. ഇവന് ഇവിടെ ഇത് പറയുന്നത് പട്ടിയെ വെറുതെ. അത് മെയിലാണ്. മെയില ഞാൻ വിചാരിച്ച ജൂണിലാണത്. ഗൂഗിൾ മെയില. അയ്യോ എന്നെ 2 ആഴ്ച മുമ്പ് കുറെ പെണ്ടികൾ തട്ടിക്കൊണ്ടു പോയി. എന്നെ ഇതുപോലെ ടോർച്ചർ ചെയ്തു. വണ്ടി തിരിച്ചിടാന്നിട്ട് വേടാ പട്ടി. ചേട്ടാ ചേട്ടാ ഹെൽപ്പ് 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 ഹെൽപ്പ്. പട്ടി അവൻ ഒരു കാലത്ത് വെള്ളം കുടിക്കാതെ ചത്തോടെ പൊടുത്ത. നീ കാര്യമൊക്കെ കാണിക്കും. എന്റെ ഒന്ന് വണ്ടി ഇടിച്ച് റെഡിയാക്കി. നിന്നെ കൂടെ പൊക്കി പറിക്കാൻ പറ്റുമോ? ഇതിപ്പോ അവസ്ഥകളല്ലേ. പെമ്പിള്ളേർ കൈ കാണിച്ചാൽ കുറെ പേര് രസമാണ് പെട്ടെന്ന്. വരുന്നില്ലേ വഴി? എന്നാലും ഒരു വണ്ടി ഇടിച്ച് പറഞ്ഞത് തിരിച്ചു വരാനുള്ള പെമ്പിള്ളേരെ കണ്ട വണ്ടി ഉറപ്പായിട്ടും തുറന്നു, ഉറപ്പായിട്ടും തുറന്നു. വണ്ടി നിർത്തിയില്ലെങ്കിൽ നമുക്ക് ഡൗട്ട് അടിക്കേണ്ടി പെണ്ണിനെ കണ്ട എന്തായാലും വണ്ടി നിർത്താം. അപ്പൊ നിർത്തിയില്ലെങ്കിൽ എന്താ കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം. ഇല്ല ഞാൻ പറഞ്ഞൊക്കെ കേക്കും. വണ്ടി പറഞ്ഞ് അതിപ്പോ ഇടിച്ച് ശരിയാക്കി ആളെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എലി പോയിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഉള്ള എല്ലാരും അറിയാം. എവിടെ പോണു ഇവൻ പറയുമെന്ന് തോന്നുന്നു. മലയാളിക്കാരനോടൊന്ന് നീ വഴിന്ന് പറഞ്ഞേ നീ ചാവും. അപ്പൊ ശരി മതി അമ്മായി. അമ്മായി നോക്കട്ടെ, ഞാൻ പറ്റുമോ നോക്കട്ടെ ശരിയാക്കാൻ. ഓ തലതിരിച്ചൊക്കെ വണ്ടി ഓടുന്നു. ഈ വണ്ടി ഇങ്ങനെ ഓടുവോ? ഇവിടെ ആ വണ്ടി എങ്ങനെയാണ് അങ്ങനെയൊക്കെ പോണത്? അങ്ങോട്ട് പോ. അയ്യോ ഈ വണ്ടി അരക്കുന്നില്ലടാ. വണ്ടിക്ക് ഉത്തരവാദിത്തം നമ്മള് പറയേണ്ടി വരും. അയ്യേ ബാബു അങ്ങനെയല്ലെന്ന്. ശരിയാ ശരി. ആ വണ്ടി മറിഞ്ഞാലേ അതിന് ഉത്തരവാദിത്തം നമ്മള് പറയേണ്ടി വരുന്നേ. നിങ്ങൾ എന്തിനാ തിരിച്ചത്?
വാ 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 നിന്റെ വൃത്തിയുടെ തമാശ ഉണ്ടല്ലോ നിർത്തിക്കോ ബാബു അമ്മായി